അയ്യോ, ഈ കാക്ക എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ എന്റെ അളിയൻ വരുന്നുണ്ടാവോ? ദൈവമേ, എന്റെ അളിയൻ നിന്ന് എന്നെ രക്ഷിക്കണേ. വാതുക്കൽ ആരാന്ന് അറിയില്ലല്ലോ. എന്റെ ദൈവമേ, അതെന്റെ അളിയനായിരിക്കരുതേ. ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടോളണേ. നീ കേട്ടില്ലെന്നോ? എന്താ ഇത്? എന്താ, നിങ്ങൾക്ക് ചെവി കേക്കില്ലേ? എത്ര നേരമായിട്ട് ബെല്ലടിക്കുന്നു? ഹായ് ചേച്ചി. എന്റെ അമ്മേ. ചോട്ടു, എപ്പോ വന്നു? ഇപ്പോഴാ ചേച്ചി വന്നത്. എടാ ചോട്ടു, നിനക്ക് സുഖാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നറിയോ? ഹായ് അളിയ. വാ ചോട്ടു, നീ എന്തിനാടാ വന്നേ? അല്ല, നീ എപ്പോഴാ എത്തിയേ? എടാ അളിയ, ഞാൻ ഇപ്പോഴാണ് വന്നത്. അളിയ, ആ ടാക്സിയുടെ കാശ് കൊടുത്തേ. ടാക്സി കാശോ? ടാക്സിക്ക് ഞാൻ എന്തിനാടാ കാശ് കൊടുക്കുന്നേ? അല്ല അളിയ, ഇപ്പൊ എന്റെ കൊടുക്കാൻ കാശില്ല. 2 ദിവസം കഴിയുമ്പോ ഞാൻ തിരിച്ചങ്ങോട്ട് തരാം. നീയല്ലേ കേറി വന്ന, നീ തന്നെ കൊടുക്ക്. ചേച്ചി ഒന്ന് പറ ചേച്ചി. അതെ, നിങ്ങൾ എന്തെങ്കിലും നോക്കിയിരിക്കുന്നേ? താഴെ പോയി ആ ടാക്സിയുടെ കാശ് കൊടുക്ക്. എത്രയാടാ? 10,000. 10,000? ഇതെങ്ങനെയാടാ 10,000? അളിയ, ഞാന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ടാക്സിയിലാ വന്നത്. അതുകൊണ്ടാ 10,000 രൂപ ആയത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലോട്ട് ആരെങ്കിലും ടാക്സിയിൽ വരുവാടാ? എന്താ ഇത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, പോയി കൊടുത്തിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ബാഗ് കൊണ്ടൊന്ന് എടുത്തേക്കണേ. എല്ലാം എടുത്തിട്ട് വരാടാ. വാ, അകത്തേക്ക് വാ. അവനെക്കാളും വലിയ ബാഗ് എടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇവന്റെ സൈസിന് വല്ലതും കൊണ്ടുവന്ന പോരെ? ഇവൻ 2 ദിവസത്തേക്ക് നിൽക്കാൻ വന്നാണോ അതോ മാസം മുഴുവൻ ഉണ്ടാവോ? ഒരുപക്ഷെ ഇവൻ ഇവിടെ സ്ഥിരതാമസം ആക്കുവോ? മോനെ ചോട്ടു, നീ ഭക്ഷണം ഒന്നും മര്യാദക്ക് കഴിക്കാറില്ലേ? ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. സമയത്തിന് ഭക്ഷണം കഴിക്കണം. ചേച്ചി വീട്ടിൽ നിന്ന് പോയതിനു ശേഷം മര്യാദയ്ക്ക് ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഞാനിനി 2-3 മാസം ഇവിടെ നിന്നിട്ടേ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഗുണ്ടായിട്ടേ ഞാൻ പോകത്തുള്ളൂ. 2-3 മാസമല്ല, 4 മാസം നിന്നിട്ട് നീ പോയാ മതി. ഇന്നാ ഇത് കഴിക്ക്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സ്വീറ്റ്സ് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. എടി, നീ നിന്റെ അനിയന് മാത്രം നല്ല ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഉണക്ക ചപ്പാത്തിയോ? നിങ്ങൾ സംസാരിക്കാത്തത് കഴിക്കാൻ നോക്ക്. നിങ്ങളുടെ വയറിരിക്കുന്ന കണ്ടില്ലേ? കൂടി വരാ അത്. എന്നിട്ടാ ഇനി സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ പോകുന്നത്. ചോട്ടു, ഇതെങ്ങനെയുണ്ട് ചോട്ടു? നന്നായിട്ടുണ്ട്. സ്വീറ്റ്സ് ഒക്കെ ഞാനാ ഉണ്ടാക്കിയേ. എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്കിഷ്ടായോ? സൂപ്പറായിട്ടുണ്ട്. ചെമ്പാ, വാ, നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. നേരത്തെ ഒന്നും നടന്നില്ലല്ലോ. അയ്യോ ഇല്ല ബേബി, നീ എന്തിനാ എപ്പോഴും അതെന്നെ എന്നെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുന്നേ? ഇന്ന് നോക്കിക്കോ, കൊടുങ്കാറ്റടിക്കും, കൊടുങ്കാറ്റ്. ഒന്നും മിണ്ടാതിരിക്കെ. ആരടാ? എന്താടാ നിനക്ക് വേണ്ടത്? ഒന്നും മിണ്ടാതിരിക്കുന്നേ. അതെന്റെ അനിയനാ.
എന്തു പറ്റി ചോട്ടു? ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കയറി കിടന്നോട്ടെ? ആ വാ, അതിനെന്താ, നീ വാ. എടാ ചോട്ടു, നിനക്ക് ഇവിടെ തന്നെ വരണോടാ? നിന്റെ റൂമിൽ പോയിട്ട് ഉറങ്ങിയാ പോരെ? അല്ലളി, എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. ഭയങ്കര പേടിയാ, അതുകൊണ്ടാ. മാറ്. നീങ്ങി കിടക്ക് മാമ, നീങ്ങി കിടക്ക്. മാറടാ. അങ്ങ് മാറ്. മാറ്. എടാ ചോട്ടു, നിനക്ക് എങ്ങനെടാ ഇതിന് മനസ്സ് വരുന്നേ? അതെ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവൻ എന്റെ അനിയനാ, അവൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോയിക്കോ.